ആമേൻ. ഒരിക്കൽ കൂടി എല്ലാവരും ശക്തിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ആദിമനുജനാം ആദാമിൽ കൂടല്ലോ പാപങ്ങൾ ലോകത്തിലാകെ പരന്നതും. ആദിമനുജനാം ആദാമിൽ കൂടല്ലോ പാപങ്ങൾ ലോകത്തിലാകെ പരന്നതും. ഏവർക്കും പാപ പരിഹാരത്തിനായി സ്വർഗമഹിമകൾ വീട്ടുകത്തിൽ വന്ന പുരുഷനെ കണ്ട്, ഉത്തമ പുരുഷനെ കണ്ട്, പുരുഷനെ കണ്ട്, ഉത്തമ പുരുഷനെ കണ്ട്. പൊൻവിളകേടുള്ളിൽ പൊൻകച്ചയും പൂണ്ട, പൊൻവിളകേടുള്ളിൽ പൊൻകച്ചയും പൂണ്ട, പൊൻവിളകേടുള്ളിൽ പൊൻകച്ചയും പൂണ്ട, പൊൻവിളകേടുള്ളിൽ പൊൻകച്ചയും പൂണ്ട. പൊൻവിളകേടുള്ളിൽ പൊൻകച്ചയും പൂണ്ട, പൊൻവിളകേടുള്ളിൽ പൊൻകച്ചയും പൂണ്ട. വെള്ളത്തല മൂടി വെള്ളയ പഞ്ഞി പോൽ, പൊൻവിളകേടുള്ളിൽ പൊൻകച്ചയും പൂണ്ട. വെള്ളത്തല മൂടി വെള്ളയ പഞ്ഞി പോൽ. വെള്ളോട്ടുല തന്നിൽ കാച്ചി പഴുപ്പിച്ച് വെള്ളക്കുതിര പൂറ തേറി വരുന്ന പുരുഷനെ കണ്ട്, ഉത്തമ പുരുഷനെ കണ്ട്, പുരുഷനെ കണ്ട്, ഉത്തമ പുരുഷനെ കണ്ട്. മൂന്നുപ്പത്തിൽ സ്നാനം മൂന്നരയിൻ വേല, 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 മൂന്നുപ്പത്തിൽ സ്നാനം മൂന്നരയിൻ വേല. മൂന്നുപ്പത്തിൽ സ്നാനം മൂന്നരയിൻ വേല, മൂന്നുപ്പത്തിൽ സ്നാനം മൂന്നരയിൻ വേല, മൂന്നുപ്പത്തിൽ സ്നാനം മൂന്നരയിൻ വേല. ഇങ്ങനെ ഭൂതലെ സഞ്ചരിച്ചു നാഥൻ, മൂന്നുപ്പത്തിൽ സ്നാനം മൂന്നരയിൻ വേല. ഇങ്ങനെ ഭൂതലെ സഞ്ചരിച്ചു നാഥൻ, പാരിൽ പലതരം വേലകൾ ചെയ്തു താൻ. ഭൂതപിശാചിൻ തലയെ തകർത്ത പുരുഷനെ കണ്ട്, ഉത്തമ പുരുഷനെ കണ്ട്, പുരുഷനെ കണ്ട്, ഉത്തമ പുരുഷനെ കണ്ട്.
ഈ നല്ല രാത്രി സമയത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി തിരുവെഴുത്ത് അങ്ങ് വായിക്കാം. അല്ലെ, പാട്ട് പാടിയപ്പം വാക്യം മറന്നുപോയവർ ചിലപ്പോൾ കാണും. അതുകൊണ്ട് ആ വാക്യം ഒന്നുകൂടെ അങ്ങ് വായിച്ചേക്കാം. സീനായി മലയിൽ തന്നോട് സംസാരിച്ച ദൂതനോടും നമ്മുടെ പിതാക്കന്മാരോടും കൂടെ മരുഭൂമിയിലെ സഭയിൽ ഇരുന്നവനും നമുക്ക് തരുവാൻ ജീവനുള്ള അരുളപ്പാട് ലഭിച്ചവരും. ഈ വാച്ച് 8:10 കാണിക്കും, 8:13 കാണിക്കുന്നത്. കറക്റ്റാന്നേ? പുള്ളി സംശയത്തിലായത് തന്നെ, അതുകൊണ്ടാണ് എന്തെന്നൊക്കെ കറക്റ്റാ. അപ്പം കൃത്യം 9:30 ആകുമ്പം പ്രസംഗം നിർത്തും. സീനായി മലയിൽ തന്നോട് സംസാരിച്ച ദൂതനോട് നമ്മുടെ പിതാക്കന്മാരുടെ കൂടെ മരുഭൂമിയിലെ സഭയിൽ ഇരുന്നവർ. ഞാൻ ഓർപ്പിച്ചല്ലോ, മരുഭൂമിയിലെ സഭയുടെ വിശേഷതകളിൽ ഒരു 3-4 കാര്യമാണ് ഇന്ന് രാത്രി പറയുവാൻ ആശിക്കുന്നത്. പിന്നെ നമുക്ക് യോഗം ഉള്ളത് കൊണ്ട് ബാക്കി കാര്യമൊക്കെ പല സ്ഥലങ്ങളിൽ പറയാം. അതിന്റെ ബാക്കിയാക്കണമെങ്കിൽ അടുത്ത യോഗത്തിന്. അപ്പൊ ശ്രദ്ധിക്കുക, മരുഭൂമിയിലെ സഭയുടെ ചില വിശേഷതകൾ. ഏതാണ് സഭ? എന്താണ് സഭ? ഏതാണ് ശരിയായ സഭ? ഏതാണ് ശരിയല്ലാത്ത സഭ? തർക്കം നടക്കുന്ന കാലമാണ്. അത് ആരംഭകാലം മുതലേ ഉണ്ട്. ഓരോ വ്യക്തികളും ഓരോ വിഭാഗക്കാരും അവകാശവാദം ഉന്നയിക്കുന്നത് അവനവര് നിൽക്കുന്ന സഭയാണ് ശരിയായ സഭ. വേറുള്ളതൊന്നും ശരിയായ സഭയല്ലെന്നായി വാദം നടക്കുന്നത്. ഞങ്ങൾ പോകുന്ന സഭയാണ് ശരിയായ സഭ, ഞങ്ങൾ നിന്ന സഭയാണ് ശരിയായ സഭ, ഞങ്ങളിപ്പം നിൽക്കുന്ന സഭയാണ് ശരിയായ സഭ. ചിലക്ക് പിന്നെ അങ്ങനെ ഒക്കത്തില്ല, കാരണം എന്നും സഭ മാറുന്നവരുണ്ട്. അപ്പോൾ ഏതാണ് ശരിയായ സഭ? കത്തോലിക്കരാകുന്ന മാന്യ സഹോദരന്മാര് പറയുന്നത് ശരിയായ സഭ കത്തോലിക്ക സഭ. അത് കത്തോലിക്ക സഭ എന്ന് ചിലർ പറയത്തില്ല, തിരുസഭ. അവരെങ്ങനെ അത് പ്രയോഗം, തിരുസഭ. അപ്പൊ അവരുടെ വാദം, അവര് പറയുന്നത് ശരിയായ സഭ തിരുസഭ, കത്തോലിക്ക സഭയാണ്. റോമിലെ വത്തിക്കാനിൽ ബഹുമാന്യനായ പോപ്പിന്റെ കീഴിൽ ഭൂവാസികളുള്ള സകല ഇടങ്ങളിലും ചിതറി പാർക്കുന്ന, അല്ലെങ്കിൽ പരന്ന് വിശൃതമായി കിടക്കുന്ന സഭ, സ്ഥാപന ജംഗമ വസ്തുക്കളൊക്കെ നിർണയിക്കാൻ പറ്റാത്ത വിധത്തിലാണ്. അപ്പോൾ അവർ പറയുന്നത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാരുണ്ട്. ശരിയായ സഭ ഞങ്ങളുടെ സഭ കത്തോലിക്ക സഭയാണ്. നമ്മള് പെന്തിക്കോസ്ത് സഭയെന്നും പറഞ്ഞാൽ തരം കിട്ടുക, നിങ്ങൾ നല്ല താങ്ങുതാണ്. അപ്പൊ അവര് പറയുന്നത് ശരിയായ സഭ കത്തോലിക്ക സഭയാണ്. അപ്പോൾ അവര് കത്തോലിക്ക സഭ ശരിയായ സഭയാണെന്ന് വാദിക്കുമ്പോൾ വേറൊരു വിഭാഗമുണ്ട്, ഓർത്തഡോക്സുകാർ, പാരമ്പര്യക്കാർ. അവര് പറയുന്നത് ശരിയായ സഭ ഓർത്തഡോക്സ് ആണ്. നിങ്ങൾ പോപ്പിന്റെ കീഴിൽ വത്തിക്കാനിൽ അതിന്റെ പിന്തുടർച്ചക്കാരാ നിൽക്കുമ്പോൾ ഞങ്ങൾ അന്ത്യോക്യയുടെ കീഴിലാണ്. അവിടെ ആണല്ലോ ഇത്, അന്ത്യോക്യ വെച്ചാണല്ലോ ക്രിസ്ത്യാനികളെന്ന്. അപ്പൊ ഞങ്ങളാണ് ശരിയായ സഭ. അപ്പോൾ യാക്കോബാക്കാര് അല്ലെങ്കിൽ ഓർത്തഡോക്സുകാര് പറയുന്നത്, അതിൽ തന്നെ 2 വിഭാഗമുണ്ട്. അവർ പറയുന്നത് ശരിയായ സഭ യാക്കോബായ സഭയാണ്. വിദേശ നേതൃത്വത്തിന്റെ കീഴിൽ പോകാൻ ഇഷ്ടപ്പെടാത്തവരുമുണ്ട്. ഇവിടെ അടുത്ത ദേവലോകം അങ്ങല്ല, ഇവിടെ കണ്ടം കഴിഞ്ഞ് അങ്ങോട്ട് ചെല്ലുമ്പോ മനസ്സിലായല്ലോ. പണ്ടൊരുത്തം കോട്ടയത്ത് നിന്ന് ബോട്ട് കണ്ട് ദേവലോകം, എന്നാൽ പിന്നെ അങ്ങോട്ട് തന്നെ പോയേക്കാന്ന് ചാടി ബസ്സേ കയറി അതിലെല്ലാം കറക്കി വെച്ച് പിന്നെ അവിടെ കൊണ്ടിറക്കി. ദേവലോകം അതൊക്കെ കഴിഞ്ഞെന്ന് പറഞ്ഞു. കുഴി വഴി താഴോട്ടിറക്കി കറക്കി കണ്ടം വഴി കയറ്റി കൊണ്ട് പിന്നെ അവിടെ കൊണ്ടിറക്കി. പുള്ളി ദേവലോകം, ഇതാ ദേവലോകം, ഒരു കറക്കം കറങ്ങി. അപ്പോൾ ഇവിടെ കോട്ടയത്തിനടുത്ത് കഞ്ഞിക്കുഴിക്കടുത്ത് ദേവലോകം അരമന. അപ്പൊ അതിന്റെ കീഴിൽ വളരെ ശക്തമായിട്ട് അവർ മുന്നേറുക ഓർത്തഡോക്സുകാർ. അവര് പറയുന്നത് ശരിയായ സഭ ഓർത്തഡോക്സ്. പ്രധാനപ്പെട്ട ഈ അടുത്ത ഏരിയയിലെ 2 പള്ളികളാണല്ലോ, പരിമലപ്പള്ളിയും പുതുപ്പള്ളി പള്ളി. അപ്പോൾ യാക്കോബക്കാര് അതിനെ ഖണ്ഡിച്ച് അവർ ആ പാരമ്പര്യം വാദിച്ച് പറഞ്ഞ് ഞങ്ങളാണ് ശരിയായ സഭ യാക്കോബായ. അതിന്റെ പ്രധാനപ്പെട്ട മധ്യ തിരുവിതാംകൂറിൽ 2 പള്ളിയാ, മണർകാട് പള്ളി, ഇവിടെ മഞ്ഞനിക്കര പള്ളി.
അപ്പൊ ഇവരെല്ലാം വാദിക്കുന്നത് ശടിക്കുന്നത് ശരിയായ സഭ യാക്കോബായ, അവർ പറയുന്ന യാക്കോബ സഭ, ഓർത്തഡോക്സ്, ഓരോ വിഭാഗക്കാരും നിൽക്കുന്നതാ ശരിയായ സഭയെന്ന്. അപ്പോൾ ഇവരെ എല്ലാം കടത്തിവെട്ടി കയറി വന്ന ഗ്രൂപ്പാണ് മാർത്തോമക്കാര്. അത് യാക്കോബായിൽ ഉണർവുണ്ടായി. കോനാട്ട് മൽപ്പാൻ, എബ്രഹാം മൽപ്പാൻ, അപ്പോൾ അദ്ദേഹത്തിന്റെ കാലത്ത് ഉണർവുണ്ടായി നടന്ന സ്ഥാപിച്ച സഭയാണ് മാർത്തോമ. ഇതിൽ നിന്ന് ഉണർവുണ്ടായി മാറിയതാണ്. കടവിൽ മാളിക ഒക്കെ ചരിത്രം പഠിക്കുന്നവർക്കറിയാം. കല്ലിശ്ശേരി കടവിൽ മാളിക, അവിടെ പ്രാർത്ഥന നിരതരായിട്ട് ചില ഇരിക്കുകയും ഉണർവുണ്ടാകുകയൊക്കെ ചെയ്തത്. അപ്പോൾ അവർ വാദിക്കുന്നത് തോമാസ് ലീഗ 52 കേരളത്തിൽ വന്നെന്ന ഇവരുടെ എല്ലാം വാദം. ഇവരുദ്ദേശിക്കുന്ന തോമ 52 വന്നില്ല, വേറെ തോമ വന്നു, അത്തോമ ഇങ്ങോട്ട് വന്നില്ല. അപ്പൊ ഇവര് പറയുന്നത് 52 തോമാസ് ലീഗ വന്നു, 4 ബ്രാഹ്മണ കുടുംബത്തെ മുക്കിയെന്ന് പോലുമായി ഇവരുടെ വാദം. കള്ളി, കാളികാവ്, ശങ്കരപുരി, പകലോമറ്റം, 4 ബ്രാഹ്മണ കുടുംബം. അതിൽ കൂടുതൽ ആൾക്കാർ ഈ പകലോമറ്റംകാരാ. കള്ളി കുടുംബത്തിൽപ്പെട്ട ആരും അങ്ങനെ ഇതുവരെ കാണാറില്ല. ഞാൻ ഈ സാധാരണ മനോരമ രാവിലെ കിട്ടുമ്പം ഈ ചരമക്കോളം നോക്കും. കാരണം പരിചിതരായവരൊക്കെ കടന്നു പോകുകയാണെങ്കിൽ ചിലപ്പം കല്യാണം വിളിച്ചു പറയും, മരണം വിളിച്ചു പറയാൻ ഒക്കത്തുമില്ല, അത് നിർബന്ധിക്കുകയും ചെയ്യരുത്. അത് നമ്മൾ കണ്ടു അറിഞ്ഞുമൊക്കെ വേണ്ടപ്പെട്ടവരുണ്ടെ പോവുക. അപ്പം ഞാൻ കോളമെല്ലാം നോക്കുമ്പം മിക്കതിനകത്ത് എല്ലാം പകലോമറ്റംകാരാ, പകലോമറ്റം. പക്ഷെ കള്ളി കുടുംബത്തിൽപ്പെട്ട ആരെ ഇതുവരെ കാണുന്നില്ല. അതെ, അപ്പൊ ഇവരെല്ലാം പറയുന്നത് 52 വന്ന തോമാസ് ലീഗ 4 ബ്രാഹ്മണ കുടുംബത്തെ മുക്കി പോലും അതിന്റെ പിന്തുടർച്ച അവകാശം വാദം മുഴക്കിയ. മാർത്തോമക്കാർ പറയുന്നത് ശരിയായ സഭ മാർത്തോമാ സഭയാണ്. തോമാസ് ലീഗയുടെ പാരമ്പര്യം അവർ പറയുന്നു. തിരുവല്ലായിലെ പുലാത്തീനെ ആസ്ഥാനമാക്കി മലയാളികളുള്ളിടത്തെല്ലാം അത് വളരെ നന്നായി പോകുന്നു. ശരിയായ സഭ മാർത്തോമാ സഭ, അവരതാ പറയാം. അതിൽ നിന്നും ഒരു ഉണർവുണ്ടായതാ ഇവാഞ്ചലിക്കൽ. അത് അതിന് തൊട്ടടുത്ത് തന്നെ അതിൻ്റെ ഹെഡ് ഓഫീസ്. അവർ പറയുന്നത് ഉണർവുണ്ടായി നിൽക്കുന്ന സഭ ഇവാഞ്ചലിക്കൽ സഭ, അവരുടെ വാദവാദ. അപ്പോൾ ഇതിനിടയ്ക്ക് വേറെ ഉണ്ടോ ഒത്തിരി ഗ്രൂപ്പുകാര്, കനാനായ കത്തോലിക്കരും കനാനായ യാക്കോബക്കാരും. അത് നമ്മുടെ ഈ തിരുവിതാംകൂറിലുള്ളതാണ്. അവർ പറയുന്നത് വേറൊരു തോമ വന്ന് അത്തോമയുടെ കൂടെ വന്നതാണ്. കനാനായ യാക്കോബ, കനാനായ കത്തോലിക്കർ. ഏഴിലെ 72 കുടുംബമൊക്കെ വന്നെന്നാണ്. അപ്പൊ അവര് വന്നതിനെ പറ്റി പാട്ടുമൊക്കെ അവർ ചിട്ടപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അത് അവരുടെ കല്യാണ സമയത്തൊക്കെ അവർ പാടും. നമുക്കൊന്നും അത് ഒക്കത്തില്ല, അവത്തങ്ങളൊക്കെ പാടും. അവർ കപ്പൽ കയറി മലനാടു നോക്കി പുറപ്പെട്ടാറ്. എല്ലാവരും ഓർക്കുന്നില്ല. കൊടുങ്ങല്ലൂരങ്ങി വന്നിറങ്ങി കൊച്ചിയിലാരി മൂലം കണ്ടവാറ്. അപ്പൊ കുറെ പേര് വന്നെന്നാ. ഈ 7-4 വെടിയും വെച്ച് വെടിവെച്ചു ഗോപൂരം തന്നെ. അങ്ങനെ ഒരു പാട്ടുണ്ട് അവർ. ചമ്മാച്ചന്മാരവർ കൂടെയുണ്ട്, ഉറകാമാർ യൗസോപ്പൻ കൂടെയുണ്ട്, ചമ്പകചേരിയും കൂടെയുണ്ട്, വന്ന് കടലാസു. ഇത് തന്നെ ഒരു അപാകതയാ, കടലാസ് വാങ്ങാം. അന്ന് കടലാസൊന്നും ഇല്ല. അത് നമുക്ക് പിന്നെ ചിന്തിക്കാം. അത് പിന്നീട് ഒപ്പിച്ചതാ അതിന് കടലാസ് വന്നത്. എഴുത്തോല വാങ്ങിയെന്ന് പറഞ്ഞിരുന്ന കുറച്ചുകൂടെ കടലാസ് എന്നാ. അവിടെ നിൽക്കട്ടെ. അപ്പൊ ഇവര് പറയുന്നത് ശരിയായ സഭ യാക്കോബായ, കനാനായ അവര് യഹൂദന്മാരാണ് ആ വാദം. ആട്ടെ, ഞാനിപ്പോ തർക്കത്തിനൊന്നും മുതിരുകല്ല. ഓരോ ഗ്രൂപ്പുകാരും പറഞ്ഞ് അവർ നിൽക്കുന്ന സഭയായ ശരിയായ സഭയെന്ന. ഒത്തിരി ചടങ്ങുകളും ഒക്കെ ഉണ്ട്. അത് തന്നെ കനാനായ കത്തോലിക്കര് കോട്ടയം രൂപതയുടെ കീഴിൽ, കനാനായ യാക്കോബ അത് ചിങ്ങവനത്തെ കീഴില് ദയറ പള്ളിയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അവര് പറയുന്നത് ശരിയായ സഭ കനാനായ യാക്കോബയാണ്. അപ്പൊ ഇവരെ എല്ലാം കടത്തിവെട്ടി സഭക്കാര് വേറെ ഉണ്ട്. അത് കണ്ടമാനം പാരമ്പര്യം പറയാനില്ലെങ്കിലും CMS പറയുന്നത് ശരിയായ സഭ CMS ആണ്. മിശ്രജിമാര് ഈ നാട്ടിൽ വന്ന് അധസ്ഥിതരാകുന്ന അധകൃതരാകുന്ന ആൾക്കാരുടെ ഉന്നമനം ലക്ഷ്യമാക്കി പ്രവർത്തിച്ച് സ്ഥാപിച്ച സഭയാണ് CMS.
CSE അതിന്റെ തർക്കമൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. എനിക്ക് തോന്നുന്ന 62 രണ്ടായത്. നമ്മളിപ്പോൾ തർക്കിക്കൊന്നും വേണ്ട. സ്തോത്രം. അപ്പൊ CMS CSI ഇവർ പറയുന്നത് ശരിയായ സഭ അതാ ശരിയായ സഭയെന്ന്. ഉണർവ് പ്രസംഗകർ ധാരാളം ഉണ്ടായിരുന്നു. നല്ല പാട്ടുകൾ പാടിയവരും പാടുന്നവരും ഉണ്ടായിരുന്നു. വിശേഷിച്ച് കൊയറിനെ ഏറ്റവും കേമം CSIയുടെ കൊയറാണ്. അതിന് തർക്കമൊന്നുമില്ല. ഇവിടെ കിടന്ന് ആരും ചാടിയിട്ട് ഒക്കത്തുമില്ല. കിടന്ന് കാറി വെച്ച് പോകാമെന്നല്ലാതെ ഞാൻ സഹിതം. കൊയർ അവരുടെ കൊയറാണ് CSI. പിന്നെ നല്ല ചരട് പിടിച്ച പോലല്ലേ. തറ പോരാ. ഇതാ കുറച്ചുകൂടെ. പിന്നെ പിന്നല്ലാതെ യോഗം കഴിഞ്ഞ് പറഞ്ഞു കൊടുക്കണേ. അപ്പോൾ കൊയർ നല്ലതാണ്, നല്ല എന്തോ സുഖകരമാ കേൾക്കാൻ. അപ്പൊ അവര് പറയുന്നത് CSI CMS ആ സഭകളാണ് ശരിയായ സഭയെന്ന്. അപ്പോൾ ഇവരെയും കടത്തി വെട്ടി വേറൊരു വിഭാഗമുണ്ട്, സാൽവേഷൻ ആർമി, രക്ഷാസൈന്യം. വില്യം ബൂത്ത് അദ്ദേഹത്തിനാൽ സ്ഥാപിതമായി പ്രവർത്തിച്ച നല്ല സഭയാണ്. അതും സാധുവർഗക്കാരാകുന്ന പ്രിയപ്പെട്ടവരുടെ ഉന്നമനത്തിന് വേണ്ടി യത്നിച്ച നല്ലൊരു സഭയാണ്. അപ്പൊ അവര് പറയുന്നത് ശരിയായ സഭ സാൽവേഷൻ ആർമിയാണ്. ഇടാണ്ട് മലയച്ചന്തയിൽ വരണമുണ്ട്. ഈ ഏരിയയിലുണ്ടോന്ന് അറിയത്തില്ല. പൊങ്ങന്താനത്ത് മലയച്ചന്തയില് പുത്തൻചന്ത. അപ്പോൾ അവര് പറയുന്നത് ശരിയായ സഭ സാൽവേഷൻ ആർമി, രക്ഷാസൈന്യം, അതാണ് ശരിയായ സഭയെന്ന്. ഇവരെല്ലാം ഓരോരോ തെളിവുകൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ഇവരെല്ലാം കടത്തി വെട്ടിയാണ് വേറൊരു വിഭാഗക്കാരുണ്ട്, ബ്രദറൻ അസംബ്ലി. അവര് പറയുന്നത് ശരിയായ സഭ ബ്രദറുകാരാണ്. എല്ലാവരും അങ്ങ് ബ്രദറാ. വല്യപ്പനെയും കയറി ബ്രദറെ എന്നാ വിളിക്കുന്നത്. 13 വയസ്സുള്ള ചെറുക്കൻ, 98 വയസ്സുള്ള ചാക്കോച്ചാന് ബ്രദർ. ഏനാടെ ചുമ്മാ വല്യപ്പനെ കയറി ബ്രദർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അവർ പറയുന്നത് ശരിയായ സഭ ബ്രദറൻ ചർച്ച. അത് വാക്യങ്ങളൊക്കെ അവർ തെളിയിക്കും. ഒരു വാക്യം എടുത്താൽ കീറാവുന്നതിന്റെ പരമാവധി അത് കീറി, പകുക്കാവുന്നതിന്റെ പരമാവധി പകുത്ത്, അതിനകത്ത് എത്ര പോയിന്റ് ഒപ്പിക്കുക അത് മുഴുവൻ ഒപ്പിച്ച് നന്നായിട്ട് അത് അവതരിപ്പിക്കും. പ്രഗത്ഭരായ ധാരാളം, സൈമൺ സാറ് മുതല് എം ചെറിയാച്ചന്, സൈമൺ സാറ്, KG കുര്യച്ചൻ, KG തോമാച്ചായൻ, പുതുപ്പള്ളി നമ്മുടെ കടന്നുപോയ സക്കറിയ സാറ്, അങ്ങനെ പ്രഗത്ഭര് ഇപ്പോഴും ഉണ്ട് ധാരാളം പ്രഗത്ഭന്മാര്. അപ്പൊ അവര് പറയുന്നത് ശരിയായ സഭ ബ്രദറൻ സഭയാണ്. വചനത്തിൽ അത്ര തിട്ടമില്ലാത്തവർ ചിലപ്പോൾ അവരുമായി സംസാരിച്ചാൽ ചിലപ്പോൾ പരാജയം സംബന്ധിച്ച് കീഴടങ്ങി വരും. അപ്പൊ അവര് അങ്ങനെ സ്ഥാപിച്ച് തെളിയിക്കും. അപ്പൊ അവര് പറയുന്നത് ശരിയായ സഭ ബ്രദറൻ സഭയാണ്. അപ്പോൾ ഇവരെ എല്ലാം കടത്തി വെട്ടിയാണ് പെന്തിക്കോസുകാർ രംഗത്ത് വന്നിരിക്കുന്നത്. ഇതൊന്നും സഭയല്ല, ശരിയായ സഭ പെന്തിക്കോസാണ്. ഇവരൊക്കെ അടുത്ത കാലത്ത് തുടങ്ങിയ, ഞങ്ങൾ മാളിക മുറി വെച്ച് തുടങ്ങിയതാ സഭ. മറുഭാഷ പറഞ്ഞു ആരംഭിച്ചതാ. അതാണ് ശരിയായ സഭ. പെന്തിക്കോസുകാരാ പറയുന്നത്. മറുഭാഷ പറഞ്ഞ് മാളിക മുറി വെച്ച് പത്രോസിന്റെ ഒറ്റ പ്രസംഗത്തിൽ സഭയ്ക്കകത്ത് 3000 പേര് പിന്നെ കയറി. ശരിയായ സഭ പെന്തിക്കോസ്. അതാണ് പെന്തിക്കോസുകാരുടെ വാദം. അതിനവരും വാക്യങ്ങളൊക്കെ തെളിയിച്ച് നല്ല പാട്ടുമൊക്കെ പാടി ആ തീ പിറങ്ങട്ടെന്നും പറഞ്ഞൊക്കെയാ പാട്ട്. കത്തട്ടെന്നൊക്കെയാ. എനിക്കാണ് വെപ്രാളം. കാരണം പന്തൽ വെക്കിട്ട് പിന്നെ അന്തം വിട്ടുപോകും. കത്തട്ടെന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ കത്തിപ്പോയ എന്തോ കത്തണമെന്നാ തെളിച്ച് പറയണ്ടേ ഇല്ലേ? അത് പറയല്ല, കത്തട്ടെന്ന് പന്തലിട്ടോ അന്തം വിട്ടു. അപ്പോൾ അവര് പറയുന്നുണ്ട്, പെന്തിക്കോസുകാർ പറഞ്ഞ ശരിയായ സഭ പെന്തിക്കോസാണ്. പെന്തിക്കോസിനകത്ത് തന്നെ വകുപ്പുണ്ട്. TPM-കാര് അവര് പറയുന്നത് ഇതൊന്നും ശരിയായ സഭയല്ല. ശരിയായ സഭ അതാണ് പെന്തിക്കോസ്. ഇതാണ് പെന്തിക്കോസ്. അപ്പൊ അതോ അതൊന്നും പെന്തിക്കോസ് അല്ല, ഇതാണ് പെന്തിക്കോസ്. അപ്പൊ അതോ അതൊന്നും പെന്തിക്കോസ്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഓരോ സഭക്കാരും വാദിക്കുന്നതും ശഠിക്കുന്നതും സ്ഥാപിക്കാൻ തുനിയുന്നതും വ്യഗ്രത പൂണ്ട് തീഷ്ണതയോടെ നിൽക്കുന്ന അവരവരെ ഉൾപ്പെട്ട് നിൽക്കുന്ന സംഘടന സമൂഹമാണ് ശരിയായ സഭ. എന്നാൽ ഈ വിശുദ്ധ വേദപുസ്തകം എന്താ പറയുന്നത്? ഏതാ സഭ? ഒറ്റ വാക്കിൽ പറയുന്നതായിരിക്കും ഉത്തരം. രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം, അതാണ് സഭ. അങ്ങനെ ആ പുസ്തകത്തിലെ വാക്യം, കർത്താവ് രക്ഷിക്കപ്പെട്ടവരെ ദിനം പ്രതി സഭയോട് ചേർത്തിരിക്കുന്നു. ദൈവം ചേർക്കുക. അപ്പോൾ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് സഭ. മറ്റേതെല്ലാം ബോർഡും ബിൽഡിംഗ് വന്നേ ഉള്ളൂ.
സഭ ഏതാണെന്ന് ചോദിച്ചാൽ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം, യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചവരുടെ കൂട്ടം. 5 പൈസ മുടക്കണ്ട, അര കാശ് മുടക്കണ്ട, അര മൈൽ നടക്കണ്ട, ഒരു സാധനവും നീ എടുത്തുകൊണ്ട് നടക്കണ്ട, തട്ടിയുരുട്ടി നടക്കണ്ട, നീ ഉരുളണ്ട, മുട്ടയിൽ നീന്തണ്ട, ഒരു കാര്യവും നീ ചെയ്യണ്ട. ഇരിക്കുന്ന ഇടത്ത് കേൾക്കുന്ന ഇടത്തിരുന്ന് ഇത്രയും പറഞ്ഞാൽ മതി: യേശുവേ, ഞാനൊരു പാപിയാണ്, എൻ്റെ പാപത്തെ ക്ഷമിക്കണം, എൻ്റെ ഉള്ളത്തിലേക്ക് അവിടുന്ന് എഴുന്നള്ളി വരണം, എന്നെ രക്ഷിക്കണം. ആര് പ്രാർത്ഥിക്കും അവരെ യേശു രക്ഷിക്കും. അങ്ങനെ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് ദൈവസഭ. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രി സഭയോട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ചിന്തിക്കുവാനാണ് കർത്താവിൽ ശരണപ്പെടുന്നത്. നമ്മൾ വായിച്ചത് അപ്പോസ്തല പ്രവർത്തകരുടെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 38-ാമത്തെ വാക്യത്തിൽ സ്തേഫാനോസിന്റെ പ്രഥമ പ്രസംഗത്തിൽ ഇസ്രായേൽ ചരിത്രം അങ്ങോട്ട് സ്തേഫാനോസ് പറയുക. ഇസ്രായേൽ ചരിത്രം അങ്ങോട്ട് ആരംഭിക്കുന്നത് അബ്രഹാം എന്ന വ്യക്തിയിൽ നിന്നായി ചരിത്രം ഈ ജനതയുടെ, ഈ വംശത്തിന്റെ, ഈ ജാതിയുടെ, സമൂഹത്തിന്റെ വംശ പരമ്പര തുടങ്ങുന്നത്. അതാണ് 7-ാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യത്തിൽ പറയുക. ഇത് തുള്ളത് തന്നെയോ എന്ന് മഹാപുരോഹിതൻ ചോദിച്ചതിന് അവൻ പറഞ്ഞത് വായിച്ചാട്ട് വീച്ച 7-ാം അധ്യായത്തിന്റെ 1 മുതൽ ഇത് ഉള്ളത് തന്നെയോ എന്ന് മഹാപുരോഹിതൻ ചോദിച്ചതിന് അവൻ പറഞ്ഞത്: സഹോദരന്മാരും പിതാക്കന്മാരുമായുള്ള പുരുഷന്മാരെ കേൾപ്പി, നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനിൽ വന്ന് പാർക്കുന്നതിന് മുമ്പ് മെസൊപ്പൊത്താമിയയിൽ ഇരിക്കുമ്പോൾ തന്നെ തേജോമയനായ ദൈവം അവന് പ്രത്യക്ഷനായി എന്ന് പറഞ്ഞാൽ, അബ്രഹാം എന്ന വ്യക്തിയിൽ നിന്നാണ് ഈ ജാതി, ഇസ്രായേൽ ജാതി, ഈ ജനത, ഈ വംശം, ഈ സമൂഹം ഉടലെടുക്കുന്നത്. അബ്രഹാമിനെ മെസൊപ്പൊത്താമിയയിൽ വിളിച്ച് തേജോമയനായ ദൈവം പ്രത്യക്ഷപ്പെട്ടു. ഏത് ദൈവം? തേജോമയനായ ദൈവം, സത്യദൈവം, ഏകദൈവം, നിത്യദൈവം, സാക്ഷാൽ ദൈവം, ദൈവത്തിന് മഹത്വം. ആ ദൈവം അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ടു. ആ അബ്രഹാമിൽ നിന്നാണ് ഈ വംശം, ഈ ജാതി, ഈ സമൂഹം ഉടലെടുക്കുന്നത്. ആ കാര്യം സ്തേഫാനോസ് പ്രസംഗിച്ചങ്ങോട്ട് തെളിയിച്ചു വരികയാണ്. അങ്ങനെ വന്ന് പറഞ്ഞു വരുന്ന കൂട്ടത്തിലാണ് 38-ാം വാക്യത്തിൽ പറയുക: സീനായി മലയിൽ തന്നോട് സംസാരിച്ച ദൂതനോടും നമ്മുടെ പിതാക്കന്മാരോടും കൂടെ മരുഭൂമിയിലെ സഭയിൽ ഇരുന്നവൻ. ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചല്ലോ, മരുഭൂമിയിലെ സഭയുടെ വിശേഷതകളിൽ ഒരു 3-4 വിശേഷത ഇന്ന് രാത്രി ചിന്തിച്ച് നിശ്ചയിക്കപ്പെട്ട സമയത്ത് പ്രസംഗം നിർത്തുവാൻ കർത്താവ് ശരണപ്പെടുക. ഒന്ന്, ഈ മരുഭൂമിയിലെ സഭയുടെ 1-ാമത്തെ വിശേഷത. ഇസ്രായേൽ ചരിത്രം പഠിക്കുമ്പോൾ അവർ മരുഭൂമിയിൽ പ്രയാണം ചെയ്താണ് കനാനിലേക്ക് പ്രവേശിക്കുന്നത്. ഏതാണ്ട് 40 കൊല്ലം കൊണ്ട് 42 ഇടങ്ങളിൽ പാളയമടിച്ച് 12 ഇടങ്ങളിൽ വെച്ച് പെറുപെറുത്ത് 10 സ്ഥലത്ത് വെച്ച് ശിക്ഷ നടത്തി. എണ്ണി തിട്ടമെടുത്തതിൽ 2 പേര് ഒഴികെ ശിഷ്ടമുള്ളവർ പട്ടുപോകുകയും ശേഷമുള്ളവർ കനാനിൽ പ്രവേശിച്ചതായിട്ടാണ് നമ്മൾ തിരുവെടുത്ത് പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. 2 സ്ഥലത്ത് വെച്ച് വരെ എണ്ണി. ഞാൻ എന്നാളെ കാര്യം ഓർപ്പിച്ചല്ലോ, 2 ഇടത്ത് വെച്ച് വരെ എണ്ണി. ആദ്യം എണ്ണിയവരിൽ ഒറ്റയൊരുത്തനും ഒടുക്ക എണ്ണിയപ്പം കണ്ടില്ല, എണ്ണിയ പുള്ളിയില്ലായിരുന്നെന്ന. ഒന്ന് വായിച്ചൊരു സംഖ്യാപുസ്തകം 26-ാം അധ്യായത്തിന്റെ 63, 64 വാക്യങ്ങൾ 2 പ്രാവശ്യം എണ്ണി. സംഖ്യാപുസ്തകം 26-ാം അധ്യായത്തിന്റെ 63, 64. യെരിഹോവിന് സമീപത്ത് യോർദാനിരിക്കെ മോവാബ് സമഭൂമിയിൽ വെച്ച ഇസ്രായേൽ മക്കളെ എണ്ണിയപ്പോൾ മോശയും പുരോഹിതനാകുന്ന എലയാസറും എണ്ണിയവർ ഇവര് തന്നെ അടുത്തത്. എന്നാൽ മോശയും അഹരോൻ പുരോഹിതനും സീനായി മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ മക്കളെ എണ്ണിയപ്പോൾ അവരെണ്ണിയവരിൽ ഒറ്റയൊരുത്തനും ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. വാക്യം സൂക്ഷിച്ചു വായിച്ചാൽ പേടിയുണ്ടാകും. അവരെണ്ണിയവരിൽ ഒറ്റയൊരുത്തനും ഇവരെണ്ണിയപ്പം ഇല്ല, എണ്ണിയ പുള്ളിയില്ല. വിശദീകരിക്കുന്നില്ല. ആദ്യം എണ്ണിയത് മോശയും അഹരോനും കൂടെ കൂടിയായി എണ്ണിയത്. രണ്ടാമത് എണ്ണിയത് മോശയും എലയാസറും കൂടെ. അപ്പോൾ ആദ്യം എണ്ണിയത് ചെങ്കടൽ കടന്നുടനെ എണ്ണി. രണ്ടാമത് എണ്ണുന്നത് കനാനിലേക്ക് കയറുന്നതിന് മുമ്പ് യോർദാൻ അക്കരെ വെച്ച് എണ്ണി. ഒന്നുകൂടെ പറഞ്ഞാൽ ആദ്യം എണ്ണിയത് മിസ്രയീം പുറപ്പെട്ട് ഇങ്ങോട്ട് യാത്ര ആരംഭിച്ചപ്പോൾ ഒന്ന് എണ്ണി. 2 കനാനിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ഒന്ന് എണ്ണി. ആദ്യം എണ്ണിയവരിൽ ഒറ്റയൊരുത്തനും ഒടുക്ക എണ്ണിയപ്പോ കണ്ടില്ല, എണ്ണിയ പുള്ളിയില്ല. രണ്ടാമത് എണ്ണാൻ വന്നപ്പോൾ അഹരോനില്ല. അഹരോൻ ഇതിനിടയ്ക്ക് ഹോർ പർവ്വതത്തിൽ വീണ് മരിച്ചു. അപ്പോൾ ഇത് ഭയാനകമായ ഒരു വാക്യമാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഓർപ്പിക്കട്ടെ, ഒത്തിരി എണ്ണാനൊന്നും ഒത്തില്ലെങ്കിലും നമ്മൾ അങ്ങ് കാണണം. ദൈവത്തിന് മഹത്വം. നിന്നെ ആരും എണ്ണുന്നില്ലെന്നോർത്ത് പാരപ്പെടുകയൊന്നും വേണ്ട. ആമൻ തമ്പുരാൻ എണ്ണിയിട്ടുണ്ടോ അങ്ങ് കാണണം. അതാ വിഷയം. അപ്പോൾ
ഇവരെ എണ്ണി, അതാണ് സംഖ്യാപുസ്തകം, എണ്ണമെടുക്കുന്ന പുസ്തകമാണ്, ദൈവത്തിന് മഹത്വം. അപ്പോൾ ഇവര് ആ ചരിത്ര പശ്ചാത്തലമൊക്കെ പഠിക്കുമ്പോൾ 40 കൊല്ലം കൊണ്ട് 42 പാളയം അടിച്ചാണ് കനാനിലേക്ക് പ്രവേശിക്കുന്നത്. അങ്ങനെ ആ യാത്രാവേളയിൽ സംഭവിച്ച കാര്യങ്ങൾ അടുക്കടുക്കായി പഠിക്കുമ്പോൾ ഇവർ മിസ്രയീം പുറപ്പെട്ട ദൈവജനമാണ്. ഇസ്രായേൽ മക്കൾ മിസ്രയീം പുറപ്പെട്ടു. നമുക്കറിയാം ഇവർ മിസ്രയീമിൽ എത്തിയത് യോസഫിന്റെ കാലത്താണ്. യോസഫിന്റെ കാലത്ത് ആ ചരിത്രമൊക്കെ നിങ്ങൾക്ക് നന്നായിട്ടറിയാം. യോസഫിന്റെ കാലത്ത് മിസ്രയീമിലെത്തി ഏതാണ്ട് 70 പേര് എന്ന പുസ്തകത്തിലെ വാക്യം 70. ഒന്ന് വായിച്ചേര്. കണക്ക് ചിലർക്ക് ഇവിടെ ഇരിക്കുന്ന മിക്കവർക്കും അറിയാം, അറിയാത്ത ആരെങ്കിലും ഉണ്ട് അവരുടെ അറിവിന. 70 പേര് എന്ന ഉൽപ്പത്തി പുസ്തകം 46-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യവും, പുറപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യവും, ആവർത്തന പുസ്തകം 10-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം, ഈ 3 വാക്യത്തിൽ 70 പേര് വന്ന ക്രമത്തിൽ നിന്ന് ദൈവദാസൻ ശിബുവോദറയും ബിജു പുല്ലാടും 2 പേരുടെയും മൈക്കുണ്ടല്ലോ, 2 പേരും വായിച്ചാൽ അത് കാര്യങ്ങളും കാണുന്നു. മിസ്രയീമിൽ വന്നവരായ യാക്കോബിന്റെ കുടുംബം ആകെ 70 പേര്. അവിടെ 46-ന്റെ 27-ൽ 70 പേരെന്ന. ഇനി പുറപ്പാട് 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം വായിച്ചു. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. യാക്കോബിന്റെ കടിപ്രദേശത്ത് നിന്ന് ഉത്ഭവിച്ച ദേഹികളെല്ലാം കൂടെ 70 പേര്. അവിടെ ഈ 70 പേരെന്ന. ഇനി ആവർത്തനം 10-ന്റെ 22, അവിടെ 70 എന്നുള്ള കണക്കാണ്. ആവർത്തനം 10-ന്റെ 22. താഴെ നിന്റെ പിതാക്കന്മാരിലെ 70 ദേഹികളെന്ന. നിന്റെ പിതാക്കന്മാർ 70 ദേഹികൾ മതി. അപ്പോൾ ഉൽപ്പത്തി പുസ്തകം 46-ന്റെ 27, പുറപ്പാട് 1-ന്റെ 5, ആവർത്തനം 10-ന്റെ 22-ൽ 70 പേര് വന്നെന്ന. എന്നാൽ സ്തേവാനോസിന്റെ പ്രഥമ പ്രസംഗത്തിൽ 75 പേര് വന്നെന്ന. 7-ന്റെ 14 വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ 75 പേര് വന്നെന്നുണ്ട്. അവരാകെ 75 പേര്. അപ്പൊ മറ്റ് 3 വാക്യത്തിൽ 70, ഇവിടെ വായിക്കുന്നത് 75. അപ്പം വേദപുസ്തകം വായിക്കുന്നവർക്ക് ചിലപ്പോൾ സംശയം വരാം. വായിക്കുന്നവർക്കേ ഉള്ളൂ. ഇത് ഇങ്ങനെ കൊണ്ട് നടക്കുന്നവർക്ക് ഒരു സംശയവും ഇല്ല. ഇത് വായിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നവർക്ക് തർക്കം വരും, സംശയം വരും. കാരണം മറ്റ് 3 വാക്യത്തിൽ 70 പേരെന്ന, ഇവിടെ വായിക്കുന്നത് 75. ഇതിനെപ്പറ്റി ശരിക്കും പഠിച്ചാൽ കണക്ക്, അങ്ങനെ ചില കണക്ക് വേദപുസ്തകത്തിലുണ്ട്, ചില കണക്കുകളുണ്ട്. അതിലൊരു കണക്കായത് മറ്റ് 3 വാക്യത്തിൽ 70, ഇവിടെ 75. ഇതുപോലൊരു കണക്കാണ് കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനത്തിലുണ്ട്. 24,000 പേര് പട്ടെന്നും 23,000 പേര് പോയെന്നും. സംഖ്യാപുസ്തകത്തിലും കൊരിന്ത്യ ലേഖനത്തിൽ 24, 23 അങ്ങനെ കൊടുത്തിരിക്കുന്നത്. ബാധകളാൽ നശിച്ചു പോയത്. ഒരു സ്ഥലത്ത് 23, ഒരു സ്ഥലത്ത് 24. അതും തർക്കമുള്ള വിഷയമാണ്. അത് സൂക്ഷിച്ച് വായിച്ച കാര്യമൊക്കെ പിടികിട്ടും. അത് നമ്മുടെ വിഷയമല്ല, പോട്ടെ. അപ്പോൾ ഈ 5 പേര് ആരാന്ന് ചോദിച്ചാൽ, 1 യാക്കോബ്, 2 യോസേപ്പ്, 3 യോസേപ്പിന്റെ ഭാര്യ ആസനത്ത്, 4 യോസേപ്പിന്റെ മൂത്ത മകൻ മനേഷെ, 5 യോസേപ്പിന്റെ ഇളയവൻ എബ്രയീം. അങ്ങനെ 5 പേരെ സ്തേവാനോസ് തെളിയിച്ചെന്ന. എന്തായാലും ആകട്ടെ, ഇവര് യോസേപ്പിന്റെ കാലത്ത് മിസ്രയീമിലെത്തി. യോസേപ്പിന്റെ കാലം എത്താനുള്ള ചരിത്രം നിങ്ങൾക്കൊക്കെ നന്നായിട്ടറിയാം. മിസ്രയീമിലെത്തി. അത് ആ ചരിത്രമൊന്നും ഞാൻ ഇപ്പൊ പറയുന്നില്ല. യോസേപ്പിനെ അപവാദക്കുറ്റം അടിച്ചേൽപ്പിച്ച് കാരാഗ്രഹത്തിൽ കൽത്തുറുങ്കിൽ അടച്ചു. ആ തള്ളയാനെ തുണിയായിട്ട് അതെല്ലാം ഇങ്ങനെ കൂടെ പൊതിയെ നിവർക്കുകയും അതിന്റെ ഫോട്ടോ എടുത്ത് വാട്സപ്പിൽ ഇടുകയും, ഇതാ അച്ഛാ ആ തുണി. തള്ളേ ഇടയ്ക്കിടയ്ക്ക് അവർ പറയും തുണിയുണ്ട്. യോസേപ്പ് കയറി വരാതിരിക്കാനാ തള്ള തുണിയായിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക്. യോസേപ്പിനറിയാം എല്ലാം തിരിച്ച് മാറ്റി മറിച്ച് ദൈവം കൊണ്ടുവരും. സ്തോത്രം. യോസേപ്പിന് നല്ല ഉറപ്പുണ്ട്. തള്ള ഇങ്ങനെ കുറെ നാളായിട്ട് തുണിയായിട്ട് ഇരിക്കുക. യോസേപ്പൊന്നും അനങ്ങാനൊന്നും പോയില്ല. തള്ളാണ് തുണിയുടെ ഫോട്ടോ എടുത്ത് എല്ലാവർക്കും അയച്ച് എല്ലാവർക്കും വിടുക. സ്തോത്രം. ഓരോരുത്തരും ഓരോ അഭിപ്രായവും. അമ്മ ചൈനീസ് സിൽക്കാണോ അതോ കോട്ടൺ ആണോ? നമ്മുടെ ആൾക്കാരില്ല, നല്ല അഭിപ്രായം പറയും. കണ്ടിട്ട് ടെറി കോട്ടനാന്നാ തോന്നുന്നു. അത് അമ്മാമ്മ പിടിച്ചുടനെ അത് ഊർന്നിഞ്ഞ്. അതെ, ഞാനിപ്പോ ഒന്നും പറയുന്നില്ല. യോസേപ്പ് ഒരു കാര്യം ഉറപ്പാ, എല്ലാം ദൈവം അടിച്ച് തിരിച്ചു കൊണ്ടുവരുമെന്ന്. ദൈവത്തിന് മഹത്വം. നാളുകൾ കഴിഞ്ഞു.
കാരാഗൃഹത്തിൽ നിന്ന് ദൈവം യോസേപ്പിനെ ഇങ്ങ് കയറ്റി. നീ എന്നും കുന്നും കുണ്ടറയിൽ കിടക്കാൻ ദൈവം അനുവദിക്കുകയല്ല. ഇപ്പോൾ കുണ്ടറയുടെ അനുഭവങ്ങളിൽ കൂടി പോകുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, നീ എന്നും കൊന്നും ഈ കുടിക്കകത്തും കുണ്ടറയ്ക്കകത്തും കിടക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവത്തിന്റെ ടൈം ആകുമ്പം നിന്നെ അവിടെ നിന്ന് കയറ്റും. സ്തോത്രം. അങ്ങനെ ആ പുസ്തകത്തിലെ വാക്യം, അവൻ അവന്റെ വചനമഹിച്ചവരെ സൗഖ്യമാക്കി അവരുടെ കുഴികളിൽ നിന്ന് അവനവരെ കയറ്റി. അപ്പോൾ യോസേപ്പിന്റെ ആ മനസ്സായിരിക്കണം നമുക്കും. യോസേപ്പ് അവസാനം സഹോദരന്മാരുടെ പറഞ്ഞു, നിങ്ങൾ നാശമാ ഒപ്പിച്ചു വെച്ചത്, പക്ഷേ ദൈവം അതെല്ലാം ഗുണമാക്കി. ഞാൻ എൻ്റെ ഒരു ചെറിയ അനുഭവം പറയട്ടെ എന്ന് പറഞ്ഞോട്ടെ. ജോഡി എന്താ നിങ്ങൾ രണ്ടുകൂടെ പറഞ്ഞു? നിങ്ങൾ രണ്ട് പറഞ്ഞു അത് പറയാതെ അപ്പം ചെറിയ അനുഭവം പറയും. ഞാൻ ഏറെ വർഷങ്ങൾ മരുന്ന് അങ്ങനെ ഉപയോഗിക്കുകയല്ലായിരുന്നു. അത് തീരുമാനമൊന്നും എടുത്തതല്ല, വേണ്ടാന്നങ്ങ്. സാധാരണ അസുഖങ്ങളൊക്കെ വരും, പ്രാർത്ഥിക്കും, അങ്ങനെയൊക്കെ അങ്ങ് പോകും. മരുന്നിനോട് അങ്ങനെ വലിയ താല്പര്യമില്ല, അങ്ങനെ പ്രതിഷ്ഠയൊന്നും ചെയ്തിട്ടില്ല. എന്നാൽ ശുശ്രൂഷകളുടെ ബന്ധത്തിൽ പല രാജ്യങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. അപ്പം ഒരിക്കലും അമേരിക്ക ചെന്നപ്പോൾ ഉറക്കമുളപ്പും യാത്രയും അങ്ങനെയൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ട് വന്ന് പ്രഷർ അങ്ങ് കണ്ടമാനം കൂടി, നല്ലതുപോലെ പ്രഷർ കൂടി. അപ്പോൾ ഒരു വീട്ടിൽ താമസിക്കുക, അവിടത്തേക്ക് രീതി അനുസരിച്ച് നമ്മൾ മുഖാന്തരം വീട്ടുകാർക്കൊരു ബുദ്ധിമുട്ട് വരരുത്. അതെൻ്റെ ഭാഗത്തും അല്പം അപാകത എന്ന് പറഞ്ഞാൽ ഞാനും അതിനെ വിധേയപ്പെടേണ്ടി വന്നു. ഡോക്ടറുമൊക്കെ വന്ന് കണ്ട് എല്ലാം പരിശോധിച്ചപ്പം പ്രഷർ നന്നായിട്ട് കുറയുന്നില്ല, അങ്ങ് കൂടുക. അപ്പം വീട്ടുകാർക്കും എല്ലാം എല്ലാവരുടെ താല്പര്യവും ഞാനും താല്പര്യപ്പെട്ടു. പ്രഷറിൻ്റെ ടാബ്ലറ്റ് എടുക്കേണ്ടി വന്നു. അപ്പം എന്നോട് എനിക്കങ്ങ് വലിയ മനപ്രയാസം, അയ്യോ മരുന്ന് എടുത്തല്ലോ. അപ്പം എന്നോട് അവർ പറഞ്ഞ് ഒരു കാര്യം ചെയ്യേ, പാസ്റ്റ് ഇവിടുന്ന് തിരിച്ചങ്ങ് അമേരിക്കയിൽ പോയി കഴിയുമ്പോൾ അതങ്ങ് നിർത്തിക്കൂ, ഡോക്ടറെ കണ്ടേച്ച് നാട്ടിൽ. അങ്ങനെ ഞാനും അങ്ങ് ചിന്തിച്ചു, നമ്മൾ മുഖാന്തരം അവർക്കും ഒരു പ്രയാസം വേണ്ട, ഞാനും അതിന് വിധേയപ്പെടേണ്ടി വന്നു. ഈ ടാബ്ലറ്റ് എടുത്തു. അവിടുത്തെ ശുശ്രൂഷകളെല്ലാം കഴിഞ്ഞ് നാട്ടിൽ വന്ന് കഴിഞ്ഞപ്പോൾ ഞാനിതങ്ങ് നിർത്തി. ഒരാഴ്ച കഴിഞ്ഞ് കുമളിയിലൊരു ശുശ്രൂഷയ്ക്ക് ചെന്നപ്പം ഭയങ്കര ബുദ്ധിമുട്ട്. വൈകിട്ട് പ്രസംഗിക്കണം, പകലത്തെ പ്രസംഗമെല്ലാം കഴിഞ്ഞ് വൈകിട്ടപ്പം അതിൻ്റെ കൂടെ നമ്മുടെ ഉണ്ട് പൂന്തുരുത്തിൽ. അപ്പം പെട്ടെന്നൊരു ക്ലിനിക്കിലോട്ട് ചെന്ന് നോക്കിയപ്പം പ്രഷർ ഹൈ ആയി. അപ്പോൾ ഈ ഡോക്ടർ പറഞ്ഞു പ്രഷറിൻ്റെ മരുന്ന്. ഞാൻ പറഞ്ഞു ഡോക്ടറെ എടുത്തതാ, ഞാൻ ഒരാഴ്ചയായിട്ട് ഉപയോഗിക്കുന്നില്ല. പറഞ്ഞു പെട്ടെന്നത് എടുക്കണം, നല്ല പ്രഷറുണ്ട്. വൈകിട്ട് പ്രസംഗിക്കാൻ പോവുകയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ. എന്നാൽ അത് എടുത്തേച്ച് പോകാൻ പറഞ്ഞില്ലേ, പ്രസംഗം പൂർത്തീകരിക്കുകയല്ലെന്ന് പുള്ളിയുടെ ശൈലിയാണ്. പിന്നെയും അത് എടുത്തു. നിങ്ങൾ എനിക്ക് ദോഷം നിരൂപിച്ചത് എനിക്ക് ഗുണമാക്കിയെന്ന് യോസേപ്പ് പറഞ്ഞതിൻ്റെ ഒരു കാര്യം പറയാനാണ്. അങ്ങനെ എടുത്തു. അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. എന്നാൽ ഈ അടുത്ത കാലത്തൊരു 3-4 മാസമായി എൻ്റെ ശുശ്രൂഷയോടും തിരുവല്ല ഹബ്രോൻ ചർച്ചിനോടുള്ള ബന്ധത്തിൽ ശക്തമായ പോരാട്ടങ്ങളും പ്രതിസന്ധികളും അലയടിച്ച് വന്നപ്പം പ്രഷർ കുറഞ്ഞു. പ്രഷർ കുറയും. സാധാരണ പ്രശ്നം വരുമ്പോൾ പ്രഷർ എനിക്ക് നേരെ കുറയുന്നു. കൂടെ നോക്കിയിട്ട് ഒത്തിരി ഉപ്പിട്ട വെള്ളം കുടിക്കുന്നു, കഞ്ഞിവെള്ളം കുടിക്കുന്നു. ഏതായാലും ഇപ്പോൾ ഒരു 4-5 മാസമായിട്ട് മരുന്നെടുക്കുന്നില്ല. ഗുണമായത് കണ്ടോ? സാധാരണ പ്രശ്നങ്ങൾ വരുമ്പം ചോദിച്ചതിന് പ്രഷർ കുറയാന്നോ കൂടുകയാണോ? കൂടുക. എനിക്ക് കുറയുന്നു, അതെന്നാന്നറിയാൻ മേല. ഒരു കാര്യമാണ് ഞാനീ പറഞ്ഞത്. യോസേപ്പ് പറഞ്ഞു, നിങ്ങള് ദോഷമെല്ലാം കൂടെ ഒപ്പിച്ചു, ദൈവം അതെല്ലാം ഗുണമാക്കി തീർക്കുക. അതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പറയാം, നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ മറ്റ് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നെങ്കിൽ നിരാശപ്പെട്ടു പോകരുത്. നീ ദൈവത്തിൽ വിശ്വസിക്കുന്ന ദൈവം അതെല്ലാം ഗുണമാക്കി തീർക്കും. പ്രൈസ് ദി ലോർഡ്. എല്ലാം ദൈവം, നമുക്കറിയാവുന്ന ഒരു പഴയ പാട്ടിലെ നല്ലതല്ല ഒന്നുമില്ല നീ നൽകും എല്ലാം നന്മയല്ലോ നല്ലതല്ല. ചേർന്ന് പാട്.
ഓ നീ നൽകും എല്ലാ നന്മ ഓ നിത്യത തന്നിലെത്തോ നീ നടത്തന്നെ നിൻഗീതമ്പോ നിത്യത തന്നിലെത്തോ നിൻഗീതമ്പോലൻ പ്രാണനാഥ എന്നോ വാരും എന്നോ തീരും എൻ വേദനകൾ എൻ പ്രാണനാഥനെന്നോ ജീസസ്. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്ക. എല്ലാം ദൈവം ഗുണമാക്കി തീർക്കും. ദൈവത്തിന് മഹത്വം. അതെ, യോസേപ്പിന്റെ കാലത്ത് വരെ മിസ്രയീമിലെത്തി. ചരിത്ര പശ്ചാത്തലത്തിലേക്ക് പോകുന്നില്ല. ജ്യേഷ്ഠന്മാരും അപ്പനും എല്ലാം കണ്ട മിസ്രയീമിലെത്തിയപ്പോ യോസേപ്പ് ചേട്ടന്മാരോട് പറഞ്ഞു, പിന്നെ നമ്മൾ നാളെ ഫറവോനെ കാണാൻ പോവാ. ആടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അപ്പനും ചേട്ടന്മാരും എല്ലാം വന്നിട്ടുണ്ട്, പെന്തിക്കോസുകാരാ, ക്രിസ്ത്യാനികളാ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നാളെ നമ്മള് ഫറവോനെ കാണാൻ പോകും. ഓ, അപ്പൊ ഫറവോനെ കാണാൻ ചെല്ലുമ്പോൾ ഇവിടുത്തെ നടപടിക്രമം, ഫറവോൻ നിങ്ങളെ കാണുമ്പം പല ചോദ്യം ചോദിക്കും. അതിലൊരു ചോദ്യം, ജോലി എന്നാന്ന് ചോദിക്കും. നിങ്ങളുടെ തൊഴില്? അന്നേരം സത്യമേ പറയാവൂ. സത്യമേ. മൈക്ക് കിട്ടിക്കഴിയുമ്പോൾ കള്ളത്തരമൊന്നും വിളിച്ച് പറയരുത്. ഉള്ളതേ പറയാവൂ. ഉള്ളത് മാത്രമേ പറയാവൂ. നെല്ലിക്ക വലിപ്പത്തിലെ ഒരു മൊഴി അങ്ങ് മാറി. മൈക്ക് കിട്ടിയാൽ പറഞ്ഞു, ബോണ്ടായോളം വലിപ്പമുള്ള പറയരുത്. അങ്ങനെയൊക്കെ ഉള്ള ബിരുദന്മാരുണ്ട്. സ്തോത്രം. കാലിൻ്റെ ചെറിയ പ്രയാസം ഉണ്ടായിരുന്നു. ഉടനെ പറഞ്ഞു, പ്രാർത്ഥിച്ചപ്പോൾ 3 ഇഞ്ച് നീണ്ടെന്ന്. അതിനെ റബ്ബർ ബാൻഡാന്നു. കള്ളത്തരമൊന്നും പറഞ്ഞേക്കരുത്. അപ്പൊ അതുകൊണ്ട് യോസേപ്പ് ചേട്ടന്മാരോട് പറഞ്ഞു, ഫറവോൻ നിങ്ങളെ കാണുമ്പോൾ ചോദിക്കും, തൊഴിൽ എന്നാന്ന് ചോദിക്കും. സത്യമേ പറയാവൂ. ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരുമെല്ലാം ബാല്യം മുതൽ ഇന്ന് വരെ ഗോപാലകന്മാരാണ്. കന്നുകാലികളെ മേയിക്കുന്നതാണ് ഞങ്ങളുടെ തൊഴിൽ. അത് സത്യം പറഞ്ഞോ. അത് യോസേപ്പ് മനഃപൂർവ്വം പറയിപ്പിച്ചതാണ്. കാരണം യുവമാരെ യോസേപ്പിന് നന്നായിട്ട് അറിയാം. പിന്നെ യുവമാരെവിടെല്ലാം ചെന്ന് എന്തെല്ലാം നാശോപ്പിച്ചേച്ച് സ്തോത്രം ഉമ്മ ബെഡായി അടിക്കുമെന്ന്. അതുകൊണ്ടാ യോസേപ്പ് പറഞ്ഞത് സത്യമേ പറയാവൂ. അല്ലെ ഫറവോൻ വിളിച്ചു ചോദിക്കുക, പേരെന്നാ? പേര് ജോർജ് കുട്ടി. എന്നെ തൊഴിലെന്നാ? ഞങ്ങൾക്ക് ആനയൊക്കെ ഉണ്ടായിരുന്നെന്ന് പറയരുത്. ആടും പശുവൊക്കെ ആയിരുന്നെന്നേ പറയാം. ആനയെന്നൊന്നും കയറി പറയരുത്. ആനയൊക്കെ കൈതേ കുഞ്ഞുകുട്ടിക്കായിരുന്നു. നമുക്കിവിടെ പാമ്പൂരം പാറയൊന്നും ആർക്കും ആനയൊന്നും അങ്ങോട്ട് പോയാലുണ്ട്. ബെഡായി ഒന്നും അടിക്കരുത്. സത്യമേ സംസാരിക്കാവൂ. അപ്പൊ അതുകൊണ്ട് ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരും ബാല്യം മുതൽ ഇന്ന് വരെ ഗോപാലകന്മാരാ, കന്നുകാലികളെ മേയിക്കുന്നതാ ഞങ്ങളുടെ തൊഴില്. ഇതൊക്കെ സത്യം പറയാം. അങ്ങനെ ഇവർ പറഞ്ഞു. അപ്പൊ ആടുകളെ തീറ്റുന്ന ഇടയന്മാരാകിയാൽ ഇവർക്ക് ഗോഷ്യൻ ദേശം കൊടുത്തു. അങ്ങനെ ഇവരെ ദൈവം ഇവിടെ ക്രമീകരണത്തിൽ കൊണ്ടുവന്ന് യോസേപ്പിന്റെ കാലത്ത് ഇവർ പാർക്കുക. എന്തിനേറെ ദൈവം ഈ ജനത്തെ വർദ്ധിപ്പിച്ചു. നാളുകൾ കഴിഞ്ഞു, ദൈവം തന്നെ ജനത്തെ വർദ്ധിപ്പിച്ചു. ഇവരെ പീഡിപ്പിക്കും തോറും ജനം വർദ്ധിച്ചു വരികയാണ്. അങ്ങനെ ആ യോസേപ്പ് അങ്ങ് മരിച്ചു. യോസേപ്പിന്റെ കാലം കഴിഞ്ഞു. നാം ഇങ്ങനെ പുസ്തകത്തിൽ വായിക്കുന്ന യോസേപ്പിനെ അറിയാത്തൊരു പുതിയ ഫറവോൻ എഴുന്നേറ്റു. അവൻ ജനത്തോട് കാഠിന്യം തുടങ്ങിയെന്ന 1-ാം അധ്യായം, പുറപ്പാട് 1-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേര്. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 8 മുതൽ. എല്ലാ വാക്യവും എടുക്കാൻ നേരമില്ല. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 8 മുതൽ ആ വലത്തുവശത്ത് മേള് മുതലൊന്ന് വായിച്ച. അവിടെ 8-ാം വാക്യം മേളിലാന്നല്ലോ. അനന്തരം യോസേഫിനെ അറിയാത്ത പുതിയൊരു രാജാവ് മിസ്രയീമിലുണ്ടായി. അടുത്തത് അവൻ തന്നെ ജനത്തോട് ഇസ്രായേൽ ജനം നമ്മളെക്കാൾ ബാഹുല്യവും ശക്തിയുമുള്ളവർ. എല്ലാം വ്യാഖ്യാനിക്കാൻ നേരമില്ല. പുരുഷന്മാരുടെ പ്രകൃതി എല്ലാം നല്ല ബാഹുല്യവും ശക്തിയും. ഒറ്റ വാക്ക് പറഞ്ഞാൽ നല്ല ആരോഗ്യമുള്ള പുരുഷന്മാർ. സ്ത്രീകളെ പറ്റി സൂതികർമ്മണികൾ പറയുന്ന ഒരു ഫലമുണ്ട്. എബ്രായ സ്ത്രീകളും ഇസ്രായേലി സ്ത്രീകളെ പോലെ അവർ നല്ല തിറമുള്ളവരാണ്. ഈ തിറമെന്ന വാക്കിന് ധാരാളം അർത്ഥമുണ്ട്. അത് ഈ സത്യവേദ പുസ്തക കമന്ററി നിഘണ്ടു എന്ന് പറഞ്ഞ് പറങ്ങാമുട്ടി ചാക്കോച്ചാൻ്റെ ഒരു പുസ്തകം ഉണ്ടായിരുന്നു. അതിനകത്ത് കൊടുത്തിരിക്കുന്ന അർത്ഥങ്ങളിൽ 10-18 പരം അർത്ഥമുണ്ട്. അതിലൊരർത്ഥം, തിറമെന്ന വാക്കിൻ്റെ അർത്ഥം, പ്രശ്നങ്ങൾ വന്നാൽ തൻ്റെ ഇടത്തോടെ നേരിടാൻ തൻ്റെ ഇടമുള്ള സ്ത്രീകൾ. അതാ തിറമെന്ന വാക്കിൻ്റെ ഒരർത്ഥം. പ്രശ്നങ്ങൾ വന്നാൽ തൻ്റെ ഇടത്തോടെ നേരിടാൻ തൻ്റെ ഇടമുള്ള
സ്ത്രീകള്. അതാ തറം എന്ന വാക്കിന്റെ ഒരർത്ഥം. ഉദാഹരണം, മോശ ജനിച്ചു ദിവ്യ സുന്ദരനാ, 3 മാസം ഒളിപ്പിച്ചു, പിന്നെ ഒളിപ്പിക്കാൻ വഹിയാറായി, കൊച്ചു വളരുകയല്ലേ. അപ്പൊ തറം എന്ന വാക്കിന്റെ അർത്ഥം അമ്മയും പെങ്ങളും, മിരിയാം പെങ്ങള്, അമ്മ ഒക്കെ. ഇവർ രണ്ടുപേരും കൂടെ പെട്ടെന്നൊരു കാര്യം, ഒരു ഞാങ്ങണപ്പെട്ടകം ഉണ്ടാക്കി കൊച്ചിനെ പെട്ടകത്തിനകത്ത് ആക്കി, എല്ലാം കീലും പൈസയൊക്കെ വെച്ച് ഒട്ടിച്ച്. അമ്മ പറഞ്ഞ് 8 വയസ്സുള്ള മിരിയാമോട് പറഞ്ഞ് ഡി അവിടെ കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പൊ ഈ 8 വയസ്സുള്ള പെങ്ങള് ഏതാ മിരിയാമ്മ കൊച്ചിനെ എടുത്തോണ്ട് നൈൽ നദിയുടെ അവിടെ ഞാങ്ങണയുടെ കൊണ്ടുവച്ചു. വെച്ചേച്ച് ഉണ്ടയിട്ടില്ല, കുട്ടനാടൻ ഭാഷയാണ്, ഉണ്ടയിട്ടില്ല. അവൾ വെച്ചേച്ച് ഇച്ചിരി മാറി അവിടെ നിന്ന് ചെടിച്ചേക്കുന്ന അവൻ എന്ത് ഭവിക്കുമെന്ന് അറിയുവാൻ അവന്റെ പെങ്ങൾ ദൂരത്ത് നിന്നെന്നാ പുറപ്പാട് 2:4 വായിച്ചേ. അവൻ എന്ത് ഭവിക്കുമെന്ന് അറിയുവാൻ അവന്റെ പെങ്ങൾ ദൂരത്ത് നിന്നു. ആ തന്റെ ഇടം കണ്ടോ തറമെന്ന വാക്കിന്റെ അർത്ഥം. അപ്പോൾ അല്ലല്ല, അത് നമുക്കത് അത്ര മതി. അവൻ എന്ത് ഭവിക്കുമെന്ന് അറിയാൻ അവന്റെ പെങ്ങൾ ഇങ്ങനെ ദൂരത്ത് നിൽക്കുക. 8 വയസ്സുള്ള പെങ്കൊച്ച്, അല്ല തന്റെ ഇടം കണ്ടു. അങ്ങനെ അവൾ വീക്ഷിച്ചും സൂക്ഷിച്ചും ശ്രദ്ധിച്ചും സൂക്ഷ്മതയോടെ നിന്നപ്പോൾ ഫറവോന്റെ പുത്രിയും തോഴിമാരും കുളിക്കാൻ വന്നു. നിങ്ങൾക്ക് ആ ഭാഗമൊക്കെ അറിയാം. അവര് നോക്കിയപ്പോ ഒരു പെട്ടകം പെട്ടെന്ന് കൊണ്ട് തുറന്നു നോക്കിയപ്പം എബ്രായ കുട്ടി, ഓമനത്തമുള്ള ദിവ്യസുന്ദരൻ കൊച്ചിനെ മഹാറാണി എടുത്ത് കണ്ടു. എബ്രായ കുട്ടി അന്ന് ബോധ്യപ്പെട്ടു. അന്നേരം 8 വയസ്സുള്ള മിരിയാം എന്റെ ശൈലി പറയുക, അങ്ങോട്ട് ചെന്ന് ചോദിച്ചു, അമ്മാമ്മേ കൊച്ചിനെ വളർത്താൻ ആളിനെ വേണമെന്ന്. തറ വന്ന വാക്കിന്റെ അർത്ഥം തെളിഞ്ഞ കണ്ടോ? അമ്മാമ്മേ കൊച്ചിനെ വളർത്താൻ ഭാവവ്യത്യാസമൊന്നുമില്ല. നിങ്ങൾ വല്ല വരുന്നത് എൻ്റെ ചക്കരീ ഒറ്റ താങ്ങ് നിന്നെ അന്ന് തീർക്കും. ആ തിറമെന്ന വാക്കിന്റെ അർത്ഥം കണ്ടോ? അല്ല, അത്ര നല്ല ഭാവവ്യത്യാസമൊന്നുമില്ല. അമ്മാമ്മേ ഈ കൊച്ചിനെ വളർത്താൻ ആളിന് വേണം. പിന്നെ റാണി ഇവളെ ഒന്ന് നോക്കി, ആരും ഉണ്ടോടി അവിടെ നോക്കി. ഇവള് നേരെ വന്ന് അമ്മയോട് പറഞ്ഞ് പണിയായിട്ട് വരാൻ പറഞ്ഞു. അമ്മ അതിലും മിടുക്കി. അമ്മയും വന്ന് ഭാവവ്യത്യാസമൊന്നുമില്ല. തമ്പുരാട്ടി കൽപ്പിച്ചാലും സ്വന്തം കൊച്ചാന്ന് ഓർക്കണം. ഉണ്ടോ തറവെന്ന വാക്കിന്റെ അർത്ഥം? എൻ്റെ ശൈലിയിലായി പറയുന്നേ. തമ്പുരാട്ടി കൽപ്പിച്ചാലോ, എടി കൊച്ചിന് പാലുമൊക്കെ കൊടുക്കണം, വളർത്തണം, നിനക്ക് ശമ്പളവും തരാം. ഊവേ നമ്മളായിരുന്നല്ലോ. അന്ന് നിന്റെ പടലി പോകും. ഇനി എന്നാ തീരാനാ? അത് ആ തിറമെന്ന വാക്കിന്റെ അർത്ഥം കണ്ടോ? ആ പ്രശ്നം അതുപോലെ കൈകാര്യം ചെയ്തത് കണ്ടോ? ഇങ്ങനെ ആയിരിക്കണം സ്ത്രീകള്. അല്ലാതെ ഒരു വീടിനകത്തൊരു അഭിപ്രായ വ്യത്യാസം വന്നോണ്ട് നേരെ മുറ്റത്തോട്ടി അടിച്ച് ഓടി വായോന്ന് നാട്ടുകാരെയല്ല, ഉറങ്ങിക്കിടന്നവനും എല്ലാം ടോർച്ചുമായിട്ട് വന്ന് എന്നെ അമ്മാമേ കോളനി മുഴുവൻ ഇളകി ഈ ഒരുത്തി കാരണം. നാട്ടുകാർ ഉടനെ പറയും, ഇവളെന്ന് ഈ കോളനി വന്നു അന്ന് തുടങ്ങിയതാ ഇവിടെ. അവളാ കൂടുതൽ മറുഭാഷയും പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അതാ തിറമെന്ന വാക്കിന്റെ അർത്ഥം. പ്രശ്നം പരിഹരിച്ച കണ്ടോ? അതാ നല്ല തന്റെ ഇടം. ഇനി മറുവശമുണ്ട്, പ്രശ്നം ഉണ്ടാക്കാനും മുന്നില്ല. യോടി വായിച്ച സംഖ്യ 12:1. സംഖ്യ 12:1 പെട്ടെന്ന് വായിക്കണം. മോശ ഒരു കൂശ്യ സ്ത്രീയെ വിവാഹം ചെയ്തിരുന്നത് കൊണ്ട് കൂശ്യ സ്ത്രീ നിമിത്തം മിരിയാമും അഹരോനും അവന് വിരോധമായി സംസാരിച്ചു. കണ്ടോ? പ്രശ്നം ഉണ്ടാക്കാനും മുന്നിൽ വന്ന കണ്ടോ? മോശ ഒരു കല്യാണം കഴിച്ചു, ഈ തള്ള കയറി. അപ്പം പ്രശ്നം പരിഹരിക്കാനും മുന്നില്ല, പ്രശ്നം ഉണ്ടാക്കാനും. രണ്ടാമത് പറഞ്ഞ ആൾക്കാരായി ഇവിടെ ഇരിക്കുന്നത് കൂടുതലും. ഏതാ? പരിഹരിക്കുന്നവര് വളരെ വിരളമാണ്. നോട്ടോ ഇരിപ്പും കാണുമ്പോൾ അറിയാം, പരിഹരിക്കുന്നതൊക്കെ കുറച്ചാണ്. പക്ഷെ രണ്ടാമത് പറഞ്ഞ ആൾക്കാരായി ഇരിപ്പ് കാണുമ്പോൾ അറിയാം. പിന്നെ ആട്ടെ, നിങ്ങൾ പ്രശ്നം പരിഹരിക്കുന്നവരാകട്ടെ.
അപ്പൊ പുരുഷന്മാരെല്ലാം ആരോഗ്യമുള്ളവര്, സ്ത്രീകളെല്ലാം തറമുള്ളവര്. അപ്പോൾ സൂക്ഷ്മതയോടെ അവർ വീക്ഷിച്ച് പറഞ്ഞു, ഇവരിൽ നിന്ന് ജനിക്കുന്ന സന്തതി ഊറ്റന്മാരായിരിക്കും. അതുകൊണ്ട് ഇവരെ ഒതുക്കണം, തകർക്കണം. അതിനെന്താ പോംവഴി? ഇഷ്ടികയുടെ എണ്ണം കൂട്ടണം, വൈക്കോല് കൊടുക്കാതിരിക്കണം, ഊഴിയ വിചാരകന്മാരെ ഇവരുടെ മേൽ കൽപ്പിച്ചാക്കണം, അവരെ നന്നായിട്ട് പീഡിപ്പിക്കണം, ഉപദ്രവിക്കണം. അങ്ങനെ ദൈവജനത്തെ പീഡിപ്പിക്കാൻ തുടങ്ങി. ഇനി അധികം വിവരിക്കുന്നില്ല. പീഡനിമിത്തം ദൈവത്തോട് നിലവിളിച്ചു. ഇവരുടെ കഷ്ടത ദൈവം കണ്ടു, നിലവിളി ദൈവം കേട്ടു. ഇവരെ ഉദ്ധരിക്കുവാൻ ദൈവം അവൻ പദ്ധതി കിട്ടു. ഉദ്ധാരകനായിട്ട് ദൈവം മോശയെ തന്നെ തിരഞ്ഞെടുത്തു. മോശയെ തന്നെ. മോശയോട് ദൈവം പറഞ്ഞു, നീ ഫറവോന്റെ മുമ്പാകെ ചെല്ലണം. ആ ഭാഗമൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. മോശ അമ്മാവിയപ്പന്റെ ആടുകളെ മേയിക്കുന്ന സമയമാണ്. ഇടയ്ക്കത്തെ ഭാഗമെല്ലാം ഞാൻ അങ്ങ് വിടുക. അമ്മാവിയപ്പന്റെ ആടുകളെ മേയിക്കുന്ന സമയത്ത് ആടുകളെ മേയിച്ച് മരുഭൂമിക്കപ്പുറത്ത് ഹോരേ പർവ്വതത്തിന്റെ അവിടെ ചെന്നപ്പോൾ ഒരു മുൾപ്പടർപ്പ് കത്തുന്നു. ചാമ്പലാകുന്നില്ല, പക്ഷെ തീ കത്തിയ ആളുക. അപ്പോൾ ഈ അതിശയമായ കാഴ്ച കണ്ട മോശ ആഴ്ചയിൽ ചെന്നപ്പോൾ തമ്പുരാൻ പറഞ്ഞു, കയറി വരാൻ പറഞ്ഞു. മോശെ കയറി വരാൻ പറഞ്ഞു. കയറി വരാൻ പറഞ്ഞപ്പോൾ ആദ്യം നമ്മുടെ ചെരുപ്പ് അഴിച്ചേച്ച് വേണം കയറി വരാൻ. മോശം ഉടനെ ചെരുപ്പ് അഴിച്ചു ഒരൊറ്റ ഏറ്, എൻ്റെ ഭാവനയാ, ഒറ്റ ഏറ് കൊടുത്തു. നമ്മൾ അന്ന് ചെരുപ്പ് അഴിച്ചേച്ച് ഇങ്ങനെ പിടിച്ചോണ്ട് നിൽക്കും, പ്രാർത്ഥിച്ച് നോക്കണം കളയണമെന്ന്. പ്രവാചക കുഞ്ഞുഞ്ഞമ്മേനെ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ച് നോക്കണം, ഇത് കളയണ്ടോ. സ്തോത്രം. പ്രവാചകന്മാരുടെയും എല്ലാം നമ്പർ ഇഷ്ടം പോലെ കയ്യിലിരിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ പാസ്റ്ററെ കുറച്ച് നാളായിട്ട് ചെരുപ്പ് വാട്ടിക്കാൻ നിൽക്കുക, കളയണോ? മോശ ഇതിനൊന്നും മെനക്കെട്ടില്ല. ദൈവം പറഞ്ഞതില്ലയോ, ഏറ് പഠിച്ചേച്ചൊരു ഒറ്റ ഏറങ്ങി, ഏറ് ഇനി കയറി വരാൻ പറഞ്ഞു. നേരെ കയറി അങ്ങ് ചെന്ന്. അപ്പൊ തമ്പുരാൻ ചോദിച്ചു, ഇനി ആ ഭാഗം നിങ്ങൾക്കറിയാം, രണ്ടുപേരുടെ സംഭാഷണമാണ്. നിന്റെ കയ്യിൽ എന്തുവാ? കയ്യിലെ വടി തന്നെയാണോ? അയ്യോ ആന്നേ, വടിയാന്നേ. താഴോട്ടിടാൻ പറഞ്ഞു. വടി താഴെ ഇട്ടപ്പോൾ പാമ്പിനെ കണ്ടപ്പോൾ മോശ ഓടിയിട്ടിപ്പോ സ്പീഡിൽ ഓടാൻ മേല. കാരണം കാല് അത് ദൈവത്തിനറിയായി ഇവൻ ഓട്ടത്തിൽ മുൻപന്തി വരുമെന്ന്. ഇപ്പം പണ്ടൊരൊറ്റ ഓട്ടം മിസ്രൈമിൽ ഓടിയിട്ട് മിദ്യാനി പോയി നിന്നവനാ. ഉഷ പോലും ഒപ്പം എത്തുകയല്ല. അപ്പൊ ഇവൻ സമയം കിട്ടുമ്പം ഇടയ്ക്കിട്ടേച്ച് ഓടും. നമ്മുടെ സഭയുടെ പേരിന് PMI ഇവൻ ഓടുവന്ന് ദൈവത്തിന് ഇവൻ ഇടയ്ക്ക് ഓടാൻ പിന്നെ മിക്കതും ഓടാൻ സാധ്യത ഉണ്ട്. അത് ദൈവത്തിന് നേരത്തെ അറിയാം. അതിനാ ചെരുപ്പ് അഴിച്ച് ഉരുവട്ടം കാണും. ഇപ്പൊ ഓടണമെന്നുണ്ടെങ്കിലും കാല് ചെരുപ്പില്ല. ഷുഗർ ഉള്ളത് കൊണ്ട് തട്ടി അങ്ങനെ മുറിവെന്നുള്ള പേടിക്കെങ്കിലും അവിടെ നിന്നോളൂ. ദൈവത്തിന് നമ്മളെ എല്ലാം നല്ലതുപോലെ അറിയാം. അത് ആ ചെരുപ്പടിച്ച് ആദ്യം ദൂരെ കളയിപ്പിച്ചു. അപ്പൊ ഓടിയിട്ട് ഇപ്പൊ ഓടാനൊക്കത്തില്ല. തമ്പുരാൻ പറഞ്ഞു, ഓടുകയൊന്നും വേണ്ട, നീ ഒരു കാര്യം ചെയ്യേ. അതെന്തുവാ? പാമ്പ്. ഒരു കാര്യം ചെയ്ത് പാമ്പിനെ അങ്ങ് പിടിക്കും. എവിടെ പിടിക്കാനാ പറഞ്ഞത്? വാലയെ പിടിക്കാൻ പറഞ്ഞു. വാലയെ പിടിച്ച് അന്നേരം എന്താണ്ട് വടിയായി. ഇപ്പൊ ഇത് പാമ്പിന്റെ വാലയിൽ ഇങ്ങനെ പിടിക്കുമ്പോ എന്റെ ഭാവനയാ, വാലയെ പിടിച്ചു. അപ്പൊ തലയുടെ ഭാഗം ഇപ്പൊ എവിടെ ആയി? താഴെയാ. സാധാരണ പല ആൾക്കാരും വടിയും പിടിച്ചോണ്ടിരിക്കുന്ന തലയുടെ ഭാഗം എവിടാ? നിങ്ങളെ കണ്ടിട്ടില്ലേ? ഇവിടെ വടി പിടിക്കാൻ പോലും അറിയാൻ മേല. പുള്ളിയോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ഞങ്ങൾക്ക് വേണ്ടിക്കണമേ. വടി പിടിക്കാൻ പോലും അറിയാൻ മേല. അത് വേറൊരു വിഷയം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ വടി പാമ്പിന്റെ വാലയെ പിടിച്ചു. വടി നമ്പരാൻ പറഞ്ഞു, അത് ഓടുവൊന്നും വേണ്ട. സ്തോത്രം. ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല, അത് ശ്രദ്ധിച്ചു മാത്രം ഇരിക്കുകയാണ്. അപ്പൊ ശ്രദ്ധിക്കുക. തമ്പുരാൻ പറഞ്ഞു, ഇനി വാ, എന്റെ ജനമാകുന്ന ഇസ്രായേലിനെ നീ രക്ഷിക്കണം. ഇതുപോലെ ഇസ്രായേൽ മന്ത്രവാദികളും വടിയിട്ടപ്പോ പാമ്പായി. കൊട്ടാരത്തിൽ ചെന്ന് അത്ഭുതം നടത്തുക. ആ ഭാഗത്തേക്ക് ഞാൻ പിന്നെ വരിക. ഈ വടിയുമായിട്ട് ആ ജനത്തെ വിടിവിക്കുവാൻ ചെന്ന് അത്ഭുതം ചെയ്തത്. അത്ഭുതം ചെയ്യാൻ മോശയോട് ദൈവം പറഞ്ഞു, നീ ഫറവോന് മുഖം കാണിക്കണം. അപ്പോൾ മോശ പറഞ്ഞു, ഫറവോനെ ഞാൻ മുഖം കാണിക്കുമ്പോൾ ഫറവോൻ ചോദിക്കും, ആരാന്ന്? മോശയാന്ന് പറയണം. ആരാ അയച്ചത്? ദൈവമാന്ന് പറയണം. അപ്പൊ മോശ ചോദിച്ചു, ഫറവോൻ നിന്റെ ദൈവത്തിന്റെ പേരെന്നാന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്തോ പറയണം. അപ്പൊ തമ്പുരാൻ പറഞ്ഞൊരു കാര്യം, ഞാനാകുന്നവൻ ഞാനാകുന്നു. അതങ്ങനെ കൂടെ പറഞ്ഞാൽ മതി, അവന് മനസ്സിലാകും. ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതാ, ഞാനാകുന്നവൻ ഞാനാകുന്നു. പെട്ടെന്ന് മനസ്സിലാക്കാൻ സഹോദരിമാർക്ക് ഞാൻ എപ്പോഴും പറയും, സഹോദരിമാർക്ക് പിടികിട്ടും. ഉദാഹരണം, നിങ്ങളുടെ ഭർത്താവ് വീട്ടിൽ നിന്ന് പോയി, അർദ്ധരാത്രിയായിട്ടും കാണുന്നില്ല. ഉദാഹരണമാണ്, കാണുന്നില്ല. പഴയ കാലമാണെങ്കിൽ റാന്തൽ വിളക്കിന്റെ തിരിതാത്ത് കതക് അടച്ച്, സാക്ഷാ കതക, അമ്മ ഇങ്ങനെ ഇരിക്കുക. അർദ്ധരാത്രി ആയപ്പോ ഭർത്താവ് തിണ്ണെ വന്നേച്ച് വിളിച്ചു, മോളി. കതകെ മുട്ടിയല്ലേ വിളിച്ചു, മോളി.
ഉടനെ അകത്തിരുന്ന് മോളി. ന്യായമായൊരു ചിന്തയാ. ആരാ? പേടിച്ചാലും ശബ്ദം ഉണ്ടാകും, ധൈര്യം ഉണ്ടെങ്കിലും രണ്ടും ഉണ്ടാകാം. ആരാ? ഉടനെ തിണ്ണേ നിൽക്കുന്ന കുഞ്ഞുഞ്ഞ്, ഞാനാ. ഉടനെ അകത്തിരുന്ന് മോളി, ഏത് ഞാൻ? 20 വർഷം കൂടെ ജീവിച്ച കുഞ്ഞുഞ്ഞ് തിണ്ണേ നിന്ന് ഞാനാന്ന് പറയുമ്പോൾ 20 വർഷം കൂടെ ജീവിച്ച മോളി അകത്തുനിന്ന് ഏത് ഞാനാന്ന് നീ എങ്ങാനും ചോദിച്ചാൽ കുഞ്ഞു ഞാനാന്ന് വെളുപ്പിനേക്കകം നീ അറിയും. 20 വർഷം കൂടെ ജീവിച്ച കുഞ്ഞുഞ്ഞ് തിണ്ണേ നിന്ന് ഞാനാന്ന് പറഞ്ഞപ്പോ മോളി അകത്തിരുന്ന് ഏത് ഞാനെന്നെങ്ങാനും ചോദിച്ചാൽ കുഞ്ഞു ഞാനാന്ന് നീ വെളുക്കുന്നതിന് മുന്നേ അറിയും എന്ന് പറഞ്ഞാൽ, ഞാനാകുന്നെന്ന് പറഞ്ഞാൽ, എടാ പറവോനെ, സത്യദൈവത്തെ ഭജിക്കുവാനും നിത്യജീവനം പ്രാപിക്കുവാനും യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് കൽപ്പനകളും ചട്ടങ്ങളും അനുസരിക്കുവാനും ആചരിക്കുവാനും ഈ ജനത്തെ, ഈ കോളനിയിലുള്ള ഈ ദേശത്തുള്ള ജനത്തെ വിട്ടുകൊടുക്കാതെ ദേശത്തിന്റെ അധിപതിയോട് പറയുകയാ, നീ തടുത്തു വെക്കുന്നെങ്കിൽ, തടഞ്ഞു വെക്കുന്നെങ്കിൽ ഈ യോഗം കഴിയുമ്പോൾ ഞാൻ ആരാണെന്ന് നീ അറിയാൻ പോകുകയാ. സത്യദൈവത്തെ ഭജിക്കുവാൻ, നിത്യജീവനെ പിടിക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ ജനത്തെ വിടാതെ വണ്ണം അവൻ പല വിഷയങ്ങൾ പറഞ്ഞ് നീ തടുത്തും തടഞ്ഞും വെച്ചിരുന്നാൽ ഈ ദിവസത്തെ യോഗം കഴിയുമ്പോൾ ദൈവം ആരാണെന്ന് വെളിപ്പെടുത്താൻ പോകുകയാ. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരെ സ്തോത്രം ചെയ്യുക. ഏകദൈവം, സത്യദൈവം, നിത്യദൈവം, സാക്ഷാൽ ദൈവം, ജീവനുള്ള ദൈവമാകുന്ന യേശുക്രിസ്തു, പൗലോസ് ഇങ്ങനെയാ പറഞ്ഞത്, മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശുക്രിസ്തു. ആരെ ആരാധിക്കണം? യേശുവിനെ ആരാധിക്കണം. ആരെ ആരാധിക്കരുത്? വേറെ ആരെ ആരാധിക്കരുത്? ആരാണ് ആരാധിക്കേണ്ടത്? വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ ആരാധിക്കണം. ഇന്ന് രാത്രി ഈ ദൈവത്തെ ആരാധിക്കാൻ തടസ്സമായി, ദൈവത്തെ ആരാധിക്കുന്നതിന് തടസ്സമായി ജനത്തെ തടുത്തു വെക്കുന്ന, തടഞ്ഞു വെക്കുന്ന ദൂഷ്ട ശക്തികളുടെ മേൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടും.